നിങ്ങൾ എവിടേക്കാ പോണ്? ഞാൻ കോറിനെ വിളിച്ചിരുന്നു, പണി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ പോയ നോക്കിയാൽ ഇപ്പൊ കുറെ സ്ഥലം പണി ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ പോയാൽ ഈ മഴയത്ത് പോയിട്ട് പണി ഉണ്ടാവോ? അറിയില്ല. ലോഡിങ്ങാരനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിക്ക് പോയി നോക്കാന്ന് പറഞ്ഞു. കോറിനെ വിളിച്ചപ്പോ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പോയി നോക്കുക. വെറുതെ ഈ മഴയത്ത് വെറുതെ അവിടേക്കും പോയിട്ട് പണി ഇല്ലാതെ അങ്ങോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വിളിച്ചു നോക്കിയിട്ട് പോയി പോരെ. വിളിച്ചു നോക്കിയാണ്, പണി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ ഇന്നും നിലക്കെ ലീവ്, റെഡ് അലർട്ടൊക്കെ ലീവ് അല്ലായിരുന്നു. അപ്പൊ ഇനി പോയി നോക്കിയാൽ അറിയാം. ഞാൻ പോയി നോക്കട്ടെ, അവിടെ പോയിട്ട് പോയിട്ട് അടത്തിട്ട് വിളിക്കും. ഞാൻ വിളിക്കാം, അടത്തിട്ട് വിളിക്കാം. ശരി, പാപ്പ പണിക്ക് പോവാട്ടാ. ഒരവ് വാങ്ങിച്ച പാപ്പയ്ക്ക്, ഒരവ് കാട്ട്, ഒരവ് കാട്ടെ, കാട്ടെ, കാട്ടെ. വേണ്ട, പപ്പ പോയിട്ട് വരാം. പപ്പ കുട്ടി പണിക്ക് പോകാൻ ആവുമ്പോ പോയാ മതിട്ടാ. കോറിന്നാണോ വിളിക്കുന്നത് ഇത്? ഹലോ, അതെ, ഞാൻ ഇറങ്ങാൻ നിക്കാണ്. എന്തേ, മഴ ആയിട്ടാ? പണിക്കാര് പോയാ? പണിയില്ലല്ലേ? ആയിക്കോട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു, അതായിരുന്നു. ആയിക്കോട്ടെ, ശരി എന്നാ, ഓക്കെ. പണിയില്ല, ഞാൻ കോറിക്ക് ഇറങ്ങിയതാണ്. അപ്പൊ രാവിലെ ഇന്നലെ വിളിച്ചപ്പോ കുഴപ്പമില്ല, ഇന്ന് രാവിലെ വിളിച്ചപ്പോ പണി ഉണ്ടെന്ന് പറഞ്ഞു. പണിക്കാരൻ വന്നുകാണ്ട് രാവിലെ തന്നെ മടങ്ങി പോയിന്ന് പറഞ്ഞു. ഈ ആഴ്ചയിൽ ഇപ്പൊ 2 ദിവസമായപ്പോ ഇങ്ങനെ പണി ഇല്ലാതായിട്ട്. വണ്ടി ഇപ്പൊ കഴിഞ്ഞാൽ പോലീസും പിടിച്ചു, അതും കഴിഞ്ഞ് 10-12,000 അവിടെയും കൊടുത്തു. ഈ പണിയും കൂടി ഇല്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവാ? എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടേ, കുറേയും കാര്യങ്ങളും ഒക്കെ തെറ്റിയില്ല. ആകെ ഇപ്പൊ എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. എല്ലാം കൊണ്ടും ആകെ നമ്മളെ കണക്കൂട്ടലൊക്കെ തെറ്റാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഓരോ ചെങ്കൽ തൊഴിലാളികളുടെയും അവസ്ഥ തന്നെയാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഓരോ ഭർത്താക്കന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം.